നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അളന്നു നോക്കിയാലോ? നമുക്കറിയാം, മുഅ്മിനീങ്ങൾക്കാണ് അള്ളാഹുവിൻ്റെ സ്വർഗമുള്ളത്, മുനാഫിക്കിന് സ്വർഗം കിട്ടൂല. ഈ ഹദീസിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം, നമ്മൾ മുഅ്മിനാണോ അല്ല മുനാഫിക്കാണോ എന്നുള്ളത്. ഇനി മുനാഫിക്കിൻ്റെ പട്ടികയിലാണ് നമ്മളുള്ളതെങ്കിൽ നമുക്കതിൽ നിന്ന് മാറണം. അള്ളാഹു നമ്മെ മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വളരെയധികം നഷ്ടത്തിലായി പോകും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മുഅ്മിനു ഫിൽ മസ്ജിദി, ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളിയിൽ കടന്നാൽ സമക്ക് ഫിൽമായി, വെള്ളത്തിൽ അകപ്പെട്ട മീനെ പോലെയാണ്. വെള്ളത്തിലൊരു മീൻ അകപ്പെട്ടാൽ എന്താണ്? ആ മീൻ ഒരിക്കലും പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കില്ലല്ലോ. അതിനാ വെള്ളത്തിൽ നീന്തി തുടിക്കാനായിരിക്കും ആഗ്രഹം ഉണ്ടാക്കുക. അതുപോലെ ഒരു മുഅ്മിനായ മനുഷ്യൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ ഇഅ്തികാഫിരിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും നിസ്കരിക്കാനും അങ്ങനെ പള്ളിയിൽ മുഴുകിക്കൂടാൻ അവനിങ്ങനെ ആഗ്രഹിക്കുന്ന മനസ്സായിരിക്കും, അങ്ങനെ ചെയ്യുന്നവനായിരിക്കും. എന്നാൽ ഒരു മുനാഫിക്കായ മനുഷ്യനാണ് പള്ളിയിൽ കടന്നതെങ്കിലോ, ഹദീസിൽ കാണാം, വൽ മുനാഫിഖു ഫിൽ മസ്ജിദി കത്തൊയ്രി ഫിൽ ഖഫസി, ഒരു മുനാഫിക്ക് പള്ളിയിൽ കടന്നാൽ കൂട്ടിലകപ്പെട്ട പക്ഷിയെ പോലെയായിരിക്കും. കൂട്ടിലകപ്പെട്ട പക്ഷിയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. എങ്ങനെയെങ്കിലും ഈ കൂടൊന്ന് തുറന്നു കിട്ടിയാൽ എനിക്ക് പുറത്തേക്ക് കടന്ന് പറക്കാമല്ലോ എന്ന ചിന്തയായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ആളുകൾ ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ വേഗം പുറത്തേക്ക് ഇറങ്ങും, തിക്കും തിരക്കും കൂട്ടി പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ടെന്താ, അവിടെ പുറത്ത് നിന്നിങ്ങനെ സംസാരിക്കും, കൂട്ടുകാരുമൊത്ത് സംസാരിക്കും. പള്ളിയുടെ പുറത്ത് വല്ല കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി നിൽക്കും. അങ്ങനെയൊക്കെ ആയിട്ട് പോകും. എന്തിനാ പള്ളിയിൽ നിന്ന് ഇത്ര ധൃതിപ്പെട്ട് ഇറങ്ങിയത് എന്ന് പോലും അവർക്കറിയില്ല. കാരണം അവർക്കവിടെ നിൽക്കാൻ കഴിയുന്നില്ല. നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ കൂട്ടിലകപ്പെട്ട അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെല്ലാം അള്ളാഹു മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.